കണ്ണൂർ കാഞ്ഞിരക്കൊല്ലിയിൽ യുവാവിനെ ഭാര്യയുടെ മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയതിന്റെ നടുക്കം ഇപ്പോഴും വിട്ടൊഴിഞ്ഞിട്ടില്ല. ഒരു നാടിനെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ കൊലപാതകത്തിന് കാരണം കള്ളത്തോക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കമെന്നാണ് സൂചന. കേസിൽ കൊലയാളി സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. കോട്ടയം തട്ട് സ്വദേശി രതീഷിനെയാണ് പയ്യാവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നിതീഷ് ബാബുവിനെ വെട്ടിയാളെ കണ്ടെത്താൻ ഇതുവരെയും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു നാടിനെ നടുക്കിയ അരുംകൊല. വീടിന് സമീപം ആയുധ നിർമ്മാണത്തിനുള്ള ആല നടത്തുകയായിരുന്ന 31-കാരനായ നിതീഷ് ബാബുവിനെയാണ് വെട്ടിക്കൊന്നത്. ബൈക്കിലെത്തിയ രണ്ടുപേരാണ് കൊലപാതകം നടത്തിയതെന്ന് വ്യക്തമായിരുന്നു. തർക്കമുണ്ടാകുന്നതിന് മുൻപ് ഇവർ ഒന്നിച്ചിരുന്ന് മദ്യപിച്ചതായും തുടർന്ന് ഇരുമ്പ് പണിശാലയിലെ വെട്ടുകത്തി ഉപയോഗിച്ച് നിതീഷിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. സംഭവത്തിൽ കോട്ടയം തട്ട് സ്വദേശി രതീഷിനെ പയ്യാവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നു. കൃത്യം നടത്തിയത് രതീഷിനൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാളാണെന്ന് അന്വേഷണ സംഘം പറയുന്നു. കൊലയ്ക്ക് കാരണം കള്ളത്തോക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കമെന്നാണ് സൂചന. നിതീഷിന്റെ ആലയിൽ നാടൻ തോക്ക് നിർമ്മിച്ച് നൽകിയിരുന്നെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളാണോ കൊലപാതകത്തിന് കാരണമായതെന്ന സംശയവും പോലീസിനുണ്ട്. ഭാര്യയുടെ മുമ്പിലിട്ടാണ് പ്രതികൾ നിതീഷിനെ വെട്ടിക്കൊന്നത്. ആക്രമണം തടയുന്നതിനിടെ ഭാര്യ ശ്രുതിക്കും പരിക്കേറ്റിരുന്നു. ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 കണ്ണൂർ.